ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബുക്ക് മാർക്സ്. ഇന്ന് എന്തെയും വിചാരിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളാണ് ഈ ടാഗ്സ്. അങ്ങനെ ഞാൻ ഈ പുതിയ ഡ്രസ്സ് ഒക്കെ നമ്മൾ വാങ്ങല്ലോ, അപ്പോൾ അതിൽ ടാഗ്സ് കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ എടുത്തു വെക്കും. അങ്ങനെ അതും എടുത്തു. പിന്നെ ഒരു പെട്ടി പെയിൻറ്റും എടുത്തു. അതിൽ നമുക്ക് വൈറ്റാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ഇന്ന് ഇത്രയല്ലേ പെയിൻറ്റുള്ള എൻ്റെ അടുത്തൊരു ബ്രഷ് ഉണ്ടാകും. പക്ഷേ തെറ്റി ഗൈസ്, പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബ്രഷാണ് എൻ്റെ ഉള്ളത്. അതും ഈ ഒരു കുഞ്ഞ് ബ്രഷിൽ ഞാൻ ഇത് എപ്പോൾ പെയിൻറ്റ് ചെയ്തെടുക്കാനാണ്. അങ്ങനെ പെയിൻറ്റ് അടിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ഇതാ ഈ കാണുന്ന ടാഗ്സൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ചെറി ആൻഡ് ബോസ് ആൻഡ് അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനമാണ് എടുത്തുള്ളത്. അരേ കൃഷ്ണ ജഗന്നാഥിയെ ക്യാവുക, അതെന്താണെന്ന് എനിക്കറിയില്ല. തേങ്ങയാണോ സ്ട്രോബെറിയാണോ എനിക്കറിയില്ല, ചോദിക്കരുത്. അങ്ങനെ ഞാൻ സ്ട്രോബെറി ഉദ്ദേശിച്ച് അതൊരു തേങ്ങ പോലെയായി. ഇനി അത് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ ഫ്ലവേഴ്സിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയും ഫിനിഷിങ് വേണമെങ്കിൽ 2 കോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് തട്ടിമുട്ടിയൊന്നും മതി, അതുകൊണ്ട് ഞാൻ 1 കോട്ടേ അടിച്ചിട്ടുള്ളൂ. ആദ്യം തന്നെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവർ, ഒരു യെല്ലോ ടുലിപ്പ് പോലെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഞാൻ ട്രൈ ചെയ്യുന്നത് കുറച്ച് വെറൈറ്റിയാണ്. യെസ്, ഒരു ബോ വരക്കുന്നു, അതിൽ പെയിൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബോൻ്റെ ചുറ്റുപാടും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. യെസ്, നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ദിസ് ഈസ് എ വെറൈറ്റി ബുക്ക് മാർക്സ്. എന്നിട്ട് അതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെയുള്ള ചെറി, പിന്നെ ഗ്രിഡ്സ് അതൊക്കെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ബോ കുറച്ച് സിമ്പിളായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഹാർട്ടും വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹാർട്ടില്ലാതെ ഒരു പണിയുമില്ല. അങ്ങനെ ഇത്രയും ബുക്ക് മാർക്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതാണെന്ന്. അതാണ് ഞാൻ ചെയ്ത തേങ്ങ പ്ലസ് സ്ട്രോബെറി, എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനത്തെ ഒരു റോപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. യെസ്, ഹിയർ സ്റ്റാർട്ട്സ് അവർ ജഡ്ജ്മെൻറ്റ്. ആദ്യത്തത് കുഴപ്പമില്ല, രണ്ടാമത്തത് അങ്ങോട്ട് നോക്കണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഗ്രിഡ് മാർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ഈ ബോ വെറൈറ്റി അതും എനിക്കിഷ്ടപ്പെട്ടു. സോ ഇനി ഇങ്ങനെ വെച്ച് നോക്കാം, എന്നിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാം. വീണ്ടും നമ്മൾ ഉണ്ടാക്കിയ DIYs ഇങ്ങനെ യൂസ് ചെയ്ത് കാണുമ്പോൾ ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. സോ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യുക.